അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം രാജിവെക്കാനുള്ള കാരണം ദുരൂഹമായി തന്നെ തുടരുകയാണ്. പുതിയ കമ്മീഷണർമാരെ കണ്ടെത്താനുള്ള സമിതി വെള്ളിയാഴ്ചയാണ് ചേരുക. ഇക്കാര്യമാണ് ഇന്ന് 24 ഒബ്സർവറിലൂടെ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത. നമ്മൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളിയാണ് അല്ലേ സ്മിത? വലിയൊരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനൊപ്പം നടത്താൻ കഴിയുമോ എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. 2019 ഈ 4 സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ നിലയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനാവുമോ എന്ന കാര്യമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി ജമ്മു കശ്മീരിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലും കൂടി ഈ ജമ്മു കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അരുൺ ഗോയലിൻ്റെ രാജിയോടുകൂടി ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമലിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചുമതലകൾ വന്നിരിക്കുകയാണ്. ഏതാണ്ട് 6000-ഓളം വരുന്ന ഒബ്സർവർമാർ, നിരീക്ഷകർ, കേന്ദ്ര നിരീക്ഷകർ വിവിധ മണ്ഡലങ്ങളിൽ അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് അവരെ അഭിസംബോധന ചെയ്യുക ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാകും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കൊപ്പം പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിൻ്റെ രാജി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോഴും രാജിക്ക് ആധാരമായ കാരണം എന്താണ് എന്ന കാര്യം വ്യക്തമല്ല. ഇക്കാര്യത്തിൽ അരുൺ ഗോയലൊട്ട് മനസ്സ് തുറന്നിട്ടുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് തനിക്കുള്ളതെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കൊൽക്കത്തയിൽ ഈ ബംഗാളിലെ സ്ഥിതിഗതികളൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അരുൺ ഗോയലും കൂടി അവിടെ എത്തി വിലയിരുത്തിയിരുന്നു. അത് 4-5 തീയതികളിലായിരുന്നു അവിടെ യോഗമുണ്ടായിരുന്നത്. അതിനുശേഷം വാർത്താസമ്മേളനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഈ അരുൺ ഗോയൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിനാധാരമായി അദ്ദേഹം പറഞ്ഞിരുന്നത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നതായിരുന്നു. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ 4-ാം തീയതി അദ്ദേഹം താമസിച്ചിരുന്ന കൊൽക്കത്തയിലെ ഒബ്രോയ് ഹോട്ടലിൽ ഡോക്ടർ എത്തുകയും അദ്ദേഹത്തെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പൊടുന്നനെയുള്ള രാജിക്ക് കാരണം ഇതാണോ എന്നതും വ്യക്തമല്ല. അടുത്ത ദിവസം ഈ യോഗത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം കൊൽക്കത്തയിൽ നിന്ന് ഒന്നിച്ചാണ് വിസ്താര വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിയതും. ഈ രാജിവെക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് രാത്രി 7-ാം തീയതി അദ്ദേഹം ഡൽഹിയിലുള്ള വിദേശ മാധ്യമ പ്രവർത്തകരുമായി, അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലും കൂടി വിദേശ മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 8-ാം തീയതി മറ്റൊരു സുപ്രധാന യോഗം ചേരാനിരിക്കുകയായിരുന്നു. അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ, ഇവരുമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, അതോടൊപ്പം കൂടുതൽ സേനാവിന്യാസം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാതെയാണ് അരുൺ ഗോയൽ രാജിക്കത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും അത് പിന്നീട് രാഷ്ട്രപതിക്ക് നൽകുകയും ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നേരത്തെ ഈ കഴിഞ്ഞ ആഴ്ച കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ അദ്ദേഹം ഇതുപോലെ തന്നെ പെട്ടെന്ന് രാജിവെക്കുകയും BJPയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ നിൽക്കാനാണോ ഇദ്ദേഹത്തിൻ്റെ ഈ പൊടുന്നനെയുള്ള രാജി എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ അരുൺ ഗോയൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ശരി, താങ്ക് യു ദിലീപ് കുമാർ. അപ്പോൾ അങ്ങനെയാണ് അരുൺ ഗോയലിൻ്റെ ഈ രാജിയിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നു.